കർണാടകയിലെ ബാങ്കിൽ നിന്ന് 52 കോടി രൂപയുടെ സ്വർണം മോഷണം പോയി. വിജയപുരിയിലുള്ള കാനറ ബാങ്കിലാണ് കൊള്ള നടന്നത്. മെയ് 23-നായിരുന്നു സംഭവമെന്നാണ് വിവരം. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിലൊന്നാണിത്. വിജയപുരയിലെ മനഗുളിയിലുള്ള കാനറ ബാങ്ക് ശാഖയിലായിരുന്നു മോഷണം. 3 പേർ ചേർന്നാണ് ബാങ്കിൽ നിന്ന് സ്വർണം കടത്തിയതെന്നാണ് വിവരം. മെയ് 23 വൈകിട്ട് 6 മണിക്കും 26 രാവിലെ 11:30 ഇടയിലാണ് മോഷണം നടന്നതെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളെ പിടികൂടാൻ 8 സംഘങ്ങളെ രൂപീകരിച്ചു. മോഷണത്തിൽ 8 പേർ പങ്കാളികളായിരുന്നെന്നാണ് സംശയം. മോഷണം ആസൂത്രിതമായി നടത്തിയെന്നാണ് കരുതുന്നത്. കള്ളത്താക്കോൽ ഉപയോഗിച്ച് ബാങ്കിനകത്തു കടന്ന മോഷ്ടാക്കൾ അലാറവും CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കി. നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറും മോഷ്ടാക്കൾ അപഹരിച്ചു. ബാങ്ക് ലോക്കറുകൾ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചതെന്നും പോലീസ് പറയുന്നു. കൊള്ളയ്ക്ക് ശേഷം ഒരു കറുത്ത പാവയും മോഷ്ടാക്കൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആചാരക്രിയകൾ അനുഷ്ഠിച്ചതിന്റെ സൂചനയാണിതെന്നാണ് കരുതുന്നത്. കർണാടകയിൽ ഇതിനു മുൻപും ബാങ്ക് കൊള്ള നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ദേവനഗരി ജില്ലയിൽ SBI ശാഖയിൽ നിന്ന് 13 കോടി രൂപയുടെ സ്വർണ്ണമാണ് കൊള്ളയടിച്ചത്. സംഭവത്തിൽ 6 പേർ അറസ്റ്റിലായിരുന്നു. ജനുവരിയിൽ മംഗളൂരുവിലെ വ്യവസായ സേവാ സഹകാരി സംഘ ബാങ്കിൽ നിന്ന് 12 കോടിയുടെ സ്വർണവും മോഷണം പോയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.